ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ സലൂൺ. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ ബ്ലാക്ക്മാജിക് ഡിസൈൻ്റെ അർസ മിനി പ്രോയുടെ പുതിയ വേർഷൻ അർസ മിനി പ്രോ 4.6K G2ൻ്റെ അൺബോക്സിംഗ് ആണ്. അർസ മിനി പ്രോ G2 അർസ മിനി പ്രോയുടെ സെക്കൻഡ് ജനറേഷൻ മോഡലാണ്. ഏകദേശം 3 മാസം മുമ്പാണ് ബ്ലാക്ക്മാജിക് ഡിസൈൻ ഈ വേർഷൻ റിലീസ് ചെയ്യുന്നത്. പക്ഷേ വളരെ അടുത്താണ് ഇന്ത്യയിൽ ഈ മോഡൽ അവൈലബിൾ ആകുന്നത്. നമുക്ക് ഈ ക്യാമറ അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു വെൽക്കം കിറ്റാണ്. ഇതിനുള്ളിൽ ക്യാമറയുടെ സോഫ്റ്റ്വെയർ SD കാർഡിൽ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയുടെ ഒരു കംപ്ലീറ്റ് വേർഷനും അതിൻ്റെ ആക്ടിവേഷൻ കീയുമുണ്ട്. ഇനി ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അർസ മിനി പ്രോ G2. ഇതാണ് G2ൻ്റെ ബോഡി. ഇതാണ് G2ൻ്റെ വോൾ അഡാപ്റ്റർ. പവർ കണക്ഷന് വേണ്ടിയുള്ളതാണിത്. നമുക്ക് ക്യാമറയുടെ എക്സ്റ്റേണൽ കണക്ഷൻസ് ഒന്ന് നോക്കാം. 12G SDI ഇൻ, 12G SDI ഔട്ട്, റെഫറൻസ് ഇൻ, 3G SDI ഔട്ട്, എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്യാനുള്ള 48 വോൾട്ട് ഫാൻറ്റം പവർ കണക്ടിവിറ്റി, ആക്സസറി പവർ കണക്ഷന് വേണ്ടിയിട്ടുള്ള 12 വോൾട്ട് ഔട്ട്, 3.5mm ഹെഡ്ഫോൺ ഔട്ട്പുട്ട്, എക്സ്റ്റൻഡഡ് ഡേറ്റയുള്ള ലെൻസിൻ്റെ ലെൻസ് മെറ്റഡാറ്റ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനുള്ള ലെൻസ് കണക്ഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഓഡിയോ കണക്ടിവിറ്റിക്കായി XLR ഇൻപുട്സ്, ഇതെല്ലാം ക്യാമറയിൽ തന്നെയുണ്ട്. സ്ട്രോങ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ് അർസ മിനി പ്രോ G2ൻ്റേത്. 5.7 ഇഞ്ചസ് ഹൈറ്റും 7.9 ഇഞ്ചസ് വിഡ്ത്തും 8.23 ഇഞ്ചസ് ലെങ്ത്തും 2.31 കിലോഗ്രാം വെയ്റ്റുമാണ് ഇതിനുള്ളത്. അർസ മിനി പ്രോ G2വിന് ഇൻ്റർചേഞ്ചബിൾ ലെൻസ് മൗണ്ടാണ് ഉള്ളത്. EF, PL, B4, F മൗണ്ട്, ഇതിലേത് വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്യാം. പഴയ വേർഷൻ അർസ മിനി പ്രോയിൽ ബിൽറ്റ് ഇൻ ND ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. പുതിയ വേർഷനിൽ ബിൽറ്റ് ഇൻ ND ഫിൽറ്റേഴ്സ് ഉണ്ട്. 2, 4, 6 റേഞ്ചസ് ഉള്ള ND ഫിൽറ്റേഴ്സ് ഉണ്ട്. ബിൽറ്റ് ഇൻ മോണിറ്ററിങ്ങിനായി ഹൈ ക്വാളിറ്റി 4-inch ഫോൾഡിംഗ് സ്ക്രീനും ക്യാമറയിൽ തന്നെയുണ്ട്. റെക്കോർഡിംഗ് ടൈമിൽ തന്നെ ഈ സ്ക്രീനിൽ ഫ്രെയിം റേറ്റ്, ടൈം കോഡ് പോലുള്ള മെറ്റഡാറ്റ ഡിസ്പ്ലേ ചെയ്യും. പഴയ വേർഷൻ അർസ മിനി പ്രോയുമായിട്ട് പുതിയ വേർഷനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ക്യാമറയുടെ ഫ്ലിപ്പ് സ്ക്രീനിന് പുറത്ത് തന്നെ കുറേയേറെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിംഗ് സമയത്ത് ഫ്ലിപ്പ് സ്ക്രീൻ ക്ലോസ് ആണെങ്കിലും പുറത്ത് അത്യാവശ്യം എല്ലാ കൺട്രോൾസുമുണ്ട്. പഴയ വേർഷൻ അർസ മിനി പ്രോയിൽ 4.6Kയിൽ 60 FPS ആയിരുന്നു മാക്സിമം ഫ്രെയിം റേറ്റ്. പുതിയ വേർഷൻ G2യിൽ ഇത് 120 ഫ്രെയിംസ് ആണ്. 4Kയിൽ 150യും HDയിൽ 300 ഫ്രെയിംസ് പെർ സെക്കൻഡും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ബ്ലാക്ക്മാജിക് ഡിസൈൻ G2വിൽ ഉപയോഗിച്ചിരിക്കുന്നത് Gen 4 കളർ സയൻസ് ആണ്. ആരി, അലക്സ, റെഡ്, സോണി പോലുള്ള ക്യാമറകളുടെ റോ ഫോർമാറ്റ്സുമായി വിഷ്വൽ ക്വാളിറ്റി കമ്പയർ ചെയ്യാൻ പാകത്തിന് സ്ട്രോങ്ങർ ആയിട്ടുള്ളതാണ് Gen 4 കളർ സയൻസ്. Gen 4 കളർ സയൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആക്യുറേറ്റ് സ്കിൻ ടോൺസ് ആണ്. പഴയ വേർഷനിൽ ക്യാമറയുടെ കൂടെ ഉണ്ടായിരുന്ന ആക്സസറി ആയിരുന്ന ഹാൻഡ് ഗ്രിപ്പ് G2വിൽ ഇല്ല. ഇനി G2വിൻ്റെ റെക്കോർഡിംഗ് ഓപ്ഷൻസ് നോക്കാം. C-Fast, UHS 2 SD കാർഡ്സ്, എക്സ്റ്റേണൽ SSDs വയ USB-C അല്ലെങ്കിൽ 12G SDI, ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും റെക്കോർഡിങ്ങിനായി ചൂസ് ചെയ്യാം. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുള്ള ഏത് ക്യാമറയും ബീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡിലൻ ഓപ്ഷനാണ് 4.6K അർസ മിനി പ്രോ G2. അപ്കമിംഗ് വീഡിയോസിൽ ഈ ക്യാമറയുടെ റിവ്യൂവും ഹൈ സ്പീഡ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സിനിമ സലൂൺ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.